ഗുരുസ്ഥാനീയനായ മധുസാറിൻ്റെ ഈ ജന്മനാളിൽ ഇവിടെ എത്താനും അദ്ദേഹത്തിൻ്റെ ഇന്ന് അനുഗ്രഹം മേടിക്കാനും കഴിഞ്ഞത് എൻ്റെ പുണ്യമായി ഞാൻ കരുതുന്നു. എനിക്ക് സാറുമായിട്ടുള്ള ബന്ധം ദീർഘനാളത്തെയാണ്. എൻ്റെ ഗുരുനാഥൻ കൃഷ്ണൻ നായർ സാറിനോടൊപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് ആണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് ആ പരിചയം വലുതായി. അദ്ദേഹവും ഞാനുമായിട്ട് വലിയൊരു ആത്മബന്ധം ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രസകരമായ അനുഭവങ്ങൾ എനിക്കുണ്ട്. ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വിളിക്കും. അപ്പം ഞാൻ പറയും, സാർ ഞാൻ മധുവാണ്, ഞാനും മധുവാണ്, അതാണ് മറുപടി. എന്നാലോചിച്ച് നോക്കി. ഇത്രയും ഒരു നർമ്മരസത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ഒരു വ്യക്തി ആണ് മധുസാർ. എന്തായാലും മധുസാർ മലയാള സിനിമയുടെ ഒരു പുണ്യമാണ്, ഭാഗ്യമാണ്. ഞങ്ങളുടെ എല്ലാം ഒരു എന്താ പറയുന്നത്, ഒരു ഗുരുസ്ഥാനീയനല്ല, ഗുരുവാണ് മധുസാർ. അദ്ദേഹത്തിന് ഈ പ്രായത്തിലും ഇങ്ങനെ നല്ല ഓർമ്മശക്തിയോടും സന്തോഷത്തോടും ജീവിക്കാൻ കഴിയുന്നത് അദ്ദേഹം ചെയ്ത മുൻജന്മ സുഹൃതം. എന്തായാലും മലയാള സിനിമയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ മധുസാർ എന്ന് പറയുന്ന വ്യക്തിക്കുള്ള സ്ഥാനം വളരെ വളരെ വലുതാണ്. അത് ഒരിക്കലും ഈ ആനയുടെ വലിപ്പം ആന അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വലിപ്പത്തിനെ പറ്റി അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. മലയാള സിനിമയിലെ പ്രിയ എന്ന് പറയുന്ന ഒറ്റ സിനിമ മതി അദ്ദേഹത്തിൻ്റെ ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അടയാളപ്പെടുത്താൻ. വളരെ സക്സസ്ഫുൾ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന കാലത്ത് ഒരു വില്ലനായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള തൻ്റെയും കഴിവും അക്കാലത്ത് മധുസാറിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്രിയ എത്രയെത്ര എല്ലാ മേഖലകളിലും കൈവച്ച മനുഷ്യനല്ലേ. സംവിധാനം, അഭിനയം, സ്റ്റുഡിയോ, ഡിസ്ട്രിബ്യൂഷൻ, തിരക്കഥ, അങ്ങനെ എത്ര മേഖലകളിൽ സിനിമയിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. എന്തായാലും ഈ പിറന്നാൾ ദിനത്തിലൂടെ എത്താൻ സാധിച്ചത് എനിക്ക് ഈ പിറന്നാൾ ഒരു ഇരട്ടി മധുരമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ജന്മദിനത്തിലൊക്കെ ഇവിടെ വന്ന് അദ്ദേഹത്തിനെ ആദരിക്കാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അദ്ദേഹം കൂടെ മുൻകൈയെടുത്ത് മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് പറിച്ചു മാറ്റിയ ഒരു സ്ഥാപനമാണ് KSFDC ചിത്രാഞ്ജലി സ്റ്റുഡിയോ. അതിൻ്റെ KSFDCയുടെ ചെയർമാനായി വന്ന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ മഹാപുണ്യമായി ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന് ഈശ്വരൻ ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ, അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു.